ഇതിൽ അജയ് ഒരു പ്രധാനപ്പെട്ട കാര്യം എവിടെ ആര് സമാധാനം വഴിയുണ്ടാകുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 5-ാം ദിവസമാണ്, ഇങ്ങനെ നീണ്ടുപോകാൻ കഴിയില്ലല്ലോ. ലോകക്രമത്തിൽ വലിയ തരത്തിലുള്ള മാറ്റമുണ്ടാകുന്നു, വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നു, നേരിട്ടും അല്ലാതെ പരോക്ഷമായി ബാധിക്കുന്ന രാജ്യങ്ങളെപ്പോലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുക. ഇത് ഏറ്റവും ഒടുവിലത്തെ നീക്കം ആസിയാൻ രാജ്യങ്ങളും സമ്മർദ്ദവുമായി വരികയാണ്. അവർ ലക്ഷ്യമിടുന്നത് ഇസ്രയേലിനെയും അമേരിക്കയാണ്. ഫ്രാൻസിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം കൂടി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് UN ചാർട്ടർ അത് നടപ്പിലാക്കാൻ, അതിനെ മാനിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാവണം എന്ന് ആസിയാൻ രാജ്യങ്ങൾ കൂടി ആവശ്യപ്പെടുകയാണ്. ഇതിൽ ഒരു സമാധാന നീക്കമുണ്ടാകുമോ? UN ചാപ്റ്റർ എന്ന് പറയും, UN ഈ വിഷയത്തിൽ ഇതുവരെ എന്ത് ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്ന മറു ചോദ്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിലെ കുട്ടികളുടെ മരണത്തിൽ ഇറാൻ അന്വേഷണം വേണമെന്ന് നിലപാടെടുത്തിട്ടുണ്ട്. അതിനപ്പുറം ഈ ലോകത്ത് സമാധാനം, യുദ്ധം അവസാനിപ്പിക്കാൻ എന്ത് ശ്രമമാണ് നടക്കുന്നത്? ഈ ആസിയൻ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ നീക്കം എന്താണ്? പ്രധാനമായിട്ടും ഇപ്പോൾ ആസിയാൻ രാജ്യങ്ങൾ മാത്രമല്ല, ഏഷ്യയിൽ പൊതുവെ മാർക്കറ്റ് വളരെ ഡള്ളാണ് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം. ഈ ക്രൂഡ് ഓയിൽ വില അത് അനിയന്ത്രിതമായി ഉയരുന്നതിനും അതുപോലെ തന്നെ മറ്റ് ഈ മേഖലയിലുള്ള മറ്റ് പ്രദേശങ്ങളിലുള്ള ഒരു ട്രേഡ് നടത്തുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഹോർമുസ് കടലെടുക്ക് അത് അടച്ചത് കാരണം കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് സൗത്ത് കൊറിയ അവരുടെ മാർക്കറ്റിൽ അത് വളരെ വലിയൊരു ഇടിവുണ്ടായതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ഒരു 10% താഴേക്ക് അവിടുത്തെ മാർക്കറ്റ് ഇടിയുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ പല രാജ്യങ്ങളും ഈ യുദ്ധം കാരണം കടുത്ത പ്രതിസന്ധി തന്നെ നേരിടുന്നുണ്ട്. ഈ വ്യാപാരം അത് ഹോർമുസ് കടലെടുക്ക് വഴി നിലച്ചത് കാരണം ശക്തമായിട്ടുള്ള ഒരു ഈ ക്രൂഡ് ഓയിലിൻ്റെ ദൗർലഭ്യം അതെല്ലാ രാജ്യങ്ങളിലും ഒരുപോലെയുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുവഴി ഒരു വ്യാപാരം അത് സുഗമമാക്കാൻ വേണ്ടി US ഇടപെടൽ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് US രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞത് ഈ ഹോർമുസ് കടലെടുക്കിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി US അവരുടെ നാവികസേനയെ വിന്യസിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ നേരിട്ടും അല്ലാതെയും ഈ യുദ്ധത്തിൻ്റെ പങ്കാളികളാകുന്നത് കാണാൻ സാധിക്കും. ഫ്രാൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് പിന്തുണയുമായി കൂടുതൽ ആയുധങ്ങൾ അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതെല്ലാം അയക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ആസിയാൻ രാജ്യങ്ങൾ അവർ ഇപ്പോൾ സംയുക്തമായിട്ട് തന്നെ നേരത്തെ അറേബ്യൻ രാജ്യങ്ങളുടെ ഒരു സംയുക്ത പ്രസ്താവന അത് ഇറാനെതിരെ വന്നിരുന്നു. ഇപ്പോൾ ഈ ആസിയാൻ രാജ്യങ്ങൾ കൂടി സംയുക്തമായിട്ട് ഈ യുദ്ധത്തിനെതിരെ പ്രസ്താവനയുമായി നിലവിൽ വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഉൾപ്പെടെ മാർക്കറ്റിന് വലിയൊരു പ്രതിസന്ധിയാണ്. കാര്യം ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അത് കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഈ ഗൾഫ് നാടുകളിലാണ്. അപ്പോൾ അവിടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു നീക്കം അത് നിലച്ചതോടുകൂടി തീർച്ചയായിട്ടും അത് ഇവരുടെ മാർക്കറ്റിൽ അത് ഒരു വലിയൊരു സ്വാധീനം അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പെയിനും ഫ്രാൻസും എല്ലാം നീക്കം നടത്തിയിരുന്നു ഇറാനെതിരെ. ഫ്രാൻസ് നേരിട്ട് യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുമെല്ലാം നേരിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ചാണ് ഈ ഫ്രാൻസ് നീക്കം നടത്തിയത്. അതുപോലെ സ്പെയിനും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആസിയാൻ രാജ്യങ്ങളുടെ നീക്കമെന്ന് പറയുന്നത്. ഇസ്രായേലും അമേരിക്കയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ UN ചാർട്ടറിനെ ബഹുമാനിക്കാൻ തയ്യാറാകണമെന്നും ഇപ്പോൾ നിലവിൽ ആസിയാൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസും അതുതന്നെയാണ് നേരത്തെ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഒരു UN ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടണം എന്നുള്ളൊരു ആവശ്യമാണ് ഫ്രാൻസ് ഉന്നയിച്ചത്. പക്ഷേ UN-ൻ്റെ ഇടപെടലുകളൊന്നും വിഷയത്തിൽ ഒരു കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കാതെ പോകുന്നത് നമുക്ക് അത് ഇക്കാര്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 12ഓളം രാജ്യങ്ങളിലുള്ള അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത ഇടങ്ങളിലോട്ട് മാറാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഇപ്പോൾ പല US കോൺസുലേറ്റിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരോടെല്ലാം മാറാൻ US ആവശ്യപ്പെട്ടിരുന്നു. ഇത് കാരണം പല US കോൺസുലേറ്റുകളും ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെ അമേരിക്കൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെടാതെ അവരെ സുരക്ഷിതരാക്കാൻ നേരത്തെ തന്നെ സാധിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലുള്ള പൗരന്മാരോട് ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സെൻസെക്സിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു
വരുന്നുണ്ട്. സെൻസെക്സ് 1600 പോയിന്റ് ഇടിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി 490 പോയിന്റ് താഴ്ന്നിട്ടുണ്ട്. രൂപയുടെ മൂല്യവും ഇടിഞ്ഞിട്ടുണ്ട്. ഡോളറുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് 66 പൈസയാണ് ഇടിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ കടുത്ത പ്രതിസന്ധികൾ അത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ഒരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. മാർക്കറ്റ് ഇപ്പോൾ ശനിയാഴ്ച യുദ്ധം തുടങ്ങി, പിന്നീട് ഞായറാഴ്ച ഒരു അവധി ദിവസമായിരുന്നു. അതിനുശേഷം പിന്നെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ അതിൻ്റെ വലിയ ഒരു സ്വാധീനം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതിപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില അത് 15% ഏഷ്യൻ രാജ്യങ്ങളിൽ ഇതിന് ശേഷം ഒരു വ്യതിയാനം വന്നത്. അതിനുശേഷം ഇപ്പോൾ സെൻസെക്സ് ആദ്യം തന്നെ ഇടിയുന്നൊരു കാര്യമാണ് തിങ്കളാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. മാർക്കറ്റ് ഓപ്പണായ ഉടൻ തന്നെ സെൻസെക്സ് ഇടിഞ്ഞു. അതിനുശേഷം ഇന്ന് വീണ്ടും 1600 പോയിന്റ് ഇടിഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. നിഫ്റ്റി 490 പോയിന്റ് താഴ്ന്നിട്ടുണ്ട്. ഡോളറിൻ്റെ ഒരു മൂല്യവും 66 പൈസ ഇടിഞ്ഞു. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഭീഷണിയാണ്. സ്വർണ്ണവിലയിലും ഇടിവുണ്ട് എന്നതാണ് ഇപ്പോൾ എടുത്ത് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. മറ്റ് സ്വർണ്ണവിലയിൽ വലിയൊരു നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഒരു യുദ്ധം നടന്ന സമയത്ത് ഈ മേഖലയിൽ ഇറാനുമായിട്ട് US-ൻ്റെ പോരാട്ടം നടന്ന സമയത്ത് സ്വർണ്ണവിലയിൽ വലിയൊരു മാറ്റമുണ്ടായി. സ്വർണ്ണവില മുകളിലേക്ക് ഉയരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ ഈ US ഇപ്പോൾ യുദ്ധം നീണ്ടുപോകും എന്നതിൻ്റെ സൂചനകളാണ് ട്രംപ് നൽകുന്നത്. 4 ആഴ്ച വരെ നീളാൻ സാധ്യതയുള്ളതായിട്ട് ട്രംപ് പറയുന്നു. ഈ കൂടുതൽ സമയമെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതെല്ലാം കാരണം ഇപ്പോൾ ഈ നിക്ഷേപകർ അത് ഡോളറിനെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണാതെ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ച് കൂടുതൽ പൈസ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഒരു സ്വാധീനം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തരത്തിൽ സ്വർണത്തിൻ്റെ വിലയിലും വ്യതിയാനങ്ങൾ വരുന്നുണ്ട് എന്നതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫലമായിട്ട് കാണാനാകുന്നത്. ശരി, എന്തായാലും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ മാറുന്നത് എന്നതാണ് അവസ്ഥ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓഹരി വിപണിയിലെ മാറ്റം അത് ഇന്ത്യയെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയാണ്. നിഫ്റ്റിയിൽ 490 പോയിന്റിൻ്റെ താഴ്ചയാണ് ഉണ്ടാവുന്നത്. സെൻസെക്സിലും 1600 പോയിന്റ് താഴ്ന്നു എന്നതാണ് അവസ്ഥ. ഒപ്പം രൂപയുടെ മൂല്യം ഇടിയുന്നു. സ്വാഭാവികമാണ്. ഓഹരി വിപണിയുടെ പ്രതിഫലനം അത് പൊതുമാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. അങ്ങനെ അത് രാജ്യത്തുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ആസിയാൻ രാജ്യങ്ങൾ തങ്ങളുടെ ആശങ്കകൾ പങ്കുവെച്ചു കഴിഞ്ഞു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആദ്യം നടപടിയെടുക്കേണ്ടത് ഇസ്രയേലും അമേരിക്കയുമാണ്. കാരണം യുദ്ധം തുടങ്ങിയതവരാണ്, അവർ തന്നെ അത് അവസാനിപ്പിക്കണം. ഇതാണ് ആസിയൻ രാജ്യങ്ങളുടെ നിലപാട്. UN ചാർട്ടർ പാലിക്കണം എന്ന് വ്യവസ്ഥ വെക്കുന്നു. ഐക്യരാഷ്ട്രസഭ എന്നൊരു സംഘടന പോലും നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നതാണ് ഈ അവസ്ഥയിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. കാരണം ഐക്യരാഷ്ട്രസഭയുടെ ഫണ്ടിങ് പോലും നിർത്തലാക്കിയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ആദ്യം ചെയ്ത നടപടി. അപ്പോൾ രാജ്യത്ത് ലോകരാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇങ്ങനെ ഒരു കണ്ണി തന്നെ ആവശ്യമോ എന്ന ചോദ്യം ട്രംപ് ഉന്നയിക്കുകയാണ്. അപ്പോഴേ ഈ യുദ്ധം നിയന്ത്രിക്കാൻ ആര് മുന്നോട്ട് വരും, ആര് സമാധാനം കൊണ്ടുവരുമെന്ന ചോദ്യമാണ്. പോർ വിളിക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ, യുദ്ധം നടത്തുന്നവർക്ക് മുന്നിൽ സമാധാന ശ്രമങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ യുദ്ധങ്ങളിലും നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് എന്ന ചോദ്യമാണ്. ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ സേനയും പറയുന്നു ഞങ്ങൾ ഇനിയും പിടിച്ചെടുക്കും, ഞങ്ങൾ ഇനിയും കപ്പലുകൾ തകർക്കും, അങ്ങനെ വലിയ സൈനിക നീക്കമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇറാനും തിരിച്ചടിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? എല്ലാ രാഷ്ട്രങ്ങളും ഞങ്ങളുടെ പ്രതിരോധം എന്ന വാദമുയർത്തുമ്പോൾ എവിടെ സമാധാനമുണ്ടാകുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. മലയാളികളടക്കം ഇന്ത്യക്കാരടക്കം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലായി കുടുങ്ങിക്കിടക്കിരിക്കുന്നവർ, മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെയൊക്കെ ആശങ്കകളുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പെട്ട് ദുരിതം അനുഭവിക്കാൻ പോകുന്നത്. എന്തായാലും അതാണ് വളരെ പ്രധാനപ്പെട്ട സാഹചര്യം എന്നതുകൂടിയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഇതിനിടയിലാണ് ആസിയാൻ രാജ്യങ്ങളുടെ നീക്കമുണ്ടാവുന്നത്. മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ബാഗ്ദാദിലെ US എംബസിക്ക് നേരെയും ചില അക്രമശ്രമങ്ങൾ നടന്നു എന്ന ചില പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. നമുക്കതിൻ്റെ വിശദാംശമടക്കം പരിശോധിക്കാം. ചെറിയൊരു ഇടവേളയാണ്, മടങ്ങി വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.